തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുത്തളം എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് മലകളും കാടുകളും കടലുകളും ഒക്കെ താണ്ടി നിരവധി പക്ഷികളാണ് ഇവിടെ എത്താറുള്ളത്. നമ്മുടെ ഇന്നത്തെ ഈ യാത്ര അവയെ തേടിയുള്ളതാണ്. ഓഫ് സീസണായിട്ട് പോലും നിരവധി പക്ഷികളെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചു. ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ പുത്തളം എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്താണ്. ഇവിടെ ഉപ്പുണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഫ്ലെമിംഗോസിനെ തിരക്കിയാണ് നമ്മളിന്നിവിടെ എത്തിയിരിക്കുന്നത്. കുറച്ച് ദൂരെയായിട്ട് ഒരു കൂട്ടം ഫ്ലെമിംഗോസിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവ അടുത്ത് വരാതെ നല്ലൊരു ചിത്രമോ വീഡിയോ കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഇവിടെ ധാരാളം വാട്ടർ ബേർഡ്സ് ഉണ്ട്. അപ്പോൾ അവയുടെ ഫോട്ടോസും വീഡിയോസും കൂടെ ഒക്കെ കവർ ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എന്തായാലും നമുക്കിനി കാത്തിരുന്ന് കാണാം. വളരെ ദൂരെ നിൽക്കുന്ന ഈ ഫ്ലെമിംഗോസുകളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കൂട്ടം ഫെലിക്കനുകളെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്നാൽ അവയും വളരെ ദൂരെ തന്നെയാണ്. അപ്പോഴാണ് രണ്ട് പവിഴക്കാരികൾ നമുക്ക് ചുറ്റും പറന്നു നടന്ന് ശബ്ദമുണ്ടാക്കുന്നത് ശ്രദ്ധിച്ചത്. നമ്മളിരിക്കുന്നതിന് കുറച്ചകലെയായി ഇവയുടെ നെസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത്. നെസ്റ്റിങ്ങിലായ പക്ഷി ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരം അവിടെ നിൽക്കാതെ കുറച്ചപ്പുറത്തേക്ക് മാറി. പിന്നീട് നമ്മൾ ഈ ഉപ്പുപാടത്തിന്റെ മറ്റൊരു വശത്തേക്ക് യാത്രയായി. പോകുന്ന വഴിക്ക് ഒരു ജോഡി ഗ്രേ ഫ്രാങ്കലിനെ കാണാനും സാധിച്ചു. കുറച്ച് ചിത്രങ്ങളും വീഡിയോസും എടുത്തതിനു ശേഷം വീണ്ടും മുന്നോട്ട് യാത്ര തുടങ്ങി. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഉപ്പുപാടത്തിൻ്റെ അപ്പുറത്തെ സൈഡായിരുന്നു ഫ്ലെമിംഗോസിനെ വേണ്ടി വെയിറ്റ് ചെയ്തത്. നമ്മുടെ നിർഭാഗ്യവശാൽ അതൊന്നും ക്ലോസ്ഡ് ആയിട്ട് വന്നില്ല. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് സൈഡ് നമ്മളിപ്പം എത്തിയിട്ടുണ്ട്. ഒരു ചെറിയ കുറ്റിക്കാടിനിടയിൽ നമുക്ക് അവയെ സ്പോട്ട് ചെയ്യാൻ സാധിച്ചു. ഗ്രൗണ്ട് ലെവൽ ഷോട്ടുകളൊന്നും എടുക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ താഴെ ഒരു ചതുപ്പ് പോലെ കുഴിയും കുറച്ച് മുൾമരങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഐ ലെവൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. എങ്കിലും പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഇവിടുന്ന് ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് വീഡിയോസും ചിത്രങ്ങളും എടുത്തതിനു ശേഷം ഇവയുടെ ഗ്രൗണ്ട് ലെവൽ ഫോട്ടോസ് എടുക്കാനായി ഈ കുറ്റിക്കാട്ടിലൂടെ മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ചു. വളരെ ക്ഷമയോടുകൂടി വേണം ഇവയെ അപ്രോച്ച് ചെയ്യാൻ. അതിനുള്ള കാരണം ഇവയിൽ ഒരാൾ പറന്നാൽ കൂട്ടത്തോടെ ബാക്കി എല്ലാവരും പറന്നു പോകും എന്നത് തന്നെ. അപ്പോൾ എന്തായാലും നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അധികം നേരം നിന്നിട്ടും കാര്യമില്ല. ഇനി നമുക്ക് ഈവനിങ്ങിലാണ് കുറച്ചുകൂടെ ഫോട്ടോഗ്രാഫിക്ക് സാധ്യത കൂടുതൽ. എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡ് ഓഫ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കണ്ടുകൊണ്ടാം. ശരി.